ഗ്രഹ്യമാക്കി മുമ്പോട്ട് നാം ഒരു ജീവിതം നയിക്കുവാണെങ്കിൽ ദൈവം നമ്മെ എന്ത് ചെയ്യും? ഏതൊരു സാഹചര്യത്തിലും വീണു പോകാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ആ വചനം നമ്മെ എന്ത് ചെയ്യും? ബലനായി ശക്തീകരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഇതാ ഞാൻ ദേശത്തൊരു ക്ഷാമത്തിനെ കൊണ്ടുവരുന്നു. അത് എന്തുകൊണ്ടുള്ള? അപ്പത്തിനാലുള്ള ക്ഷാമമല്ല, ദാഹിക്കുന്ന വെള്ളത്തിനാലുള്ള ദാഹവുമല്ല, മറിച്ച് വചനം കേൾക്കുന്നതത്രേ. ഹല്ലേലൂയ, സ്തോത്രം, വചനം കേൾക്കുന്നതത്രേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ ഹല്ലേലൂയ, സ്തോത്രം, സഭകളെല്ലാം അടച്ചാലും, കൊറോണ പോലെ സമയം വന്നപ്പോൾ സഭകളൊക്കെ അടച്ചാലും നമുക്ക് ഓൺലൈൻ ഉണ്ടെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ചെറിയ യുദ്ധം വന്നപ്പോൾ ഒരു ദേശത്ത് ഇന്റർനെറ്റ് എല്ലാം ബന്ദ് ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ന്യൂസ് പോലും, ഒരു മീഡിയ പോലും എന്ത് ചെയ്തില്ല, ചെയ്യുവാൻ പറ്റാത്ത കാലം. അതുകൊണ്ട് ഉള്ള സമയം ഹല്ലേലൂയ, സ്തോത്രം, എന്ത് ചെയ്യണം? ഉള്ള സമയം ഹല്ലേലൂയ, സ്തോത്രം, ആകാശത്തിന്റെ ശക്തികൾ ഇളകുമെന്ന് ഹല്ലേലൂയ, സ്തോത്രം, വേദവചനം പറഞ്ഞിട്ടുണ്ട്. ഈ ആകാശത്തിലേക്കാണ് ഹല്ലേലൂയ, സ്തോത്രം, സകലവിധ സാറ്റലൈറ്റുമാണ് നിർത്തിയിരിക്കുന്നത്. അവിടുത്തെ ശക്തികൾ ഇളകുമ്പോൾ എപ്പോഴാണ് ഇതിന്റെ കറണ്ടൊക്കെ അടിച്ചു പോകുന്നതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, വചനം ധ്യാനിക്കാൻ പറ്റാതെ, വചനം വായിക്കാൻ പറ്റാതെ, വചനം കൊണ്ടു നടക്കാൻ പറ്റാത്ത കാലങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്ന് വേദവചനം മുൻകുറിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം, ഈ വചനം ഹല്ലേലൂയ, സ്തോത്രം, ഓരോ ദിവസവും നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഹല്ലേലൂയ, സ്തോത്രം, ഈ ഭൗതിക ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യണം? വചനം നമ്മൾ ഭക്ഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, വചനം നമ്മൾ ധ്യാനിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഹല്ലേലൂയ, സ്തോത്രം, കള്ള ഉപദേശിമാരും കള്ള പ്രവാചകന്മാരും ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ട് വരുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പല വിഷയങ്ങളും നമ്മൾ ആരെയും വിധിക്കാനല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ സമയം അതിനുവേണ്ടി ഉപയോഗിക്കാനല്ല ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിലോ ഹല്ലേലൂയ, സ്തോത്രം, ഓരോ കാര്യത്തെയും വചനത്തിന്റെ അടിസ്ഥാനം വെച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ മുമ്പോട്ട് ഈ ജീവിതം, പലർക്കും ഒരു ആശങ്കയുണ്ട്, നമ്മൾ എടുത്ത ഒരു തീരുമാനം, ഈ വിശ്വാസ ഹല്ലേലൂയ ജീവിതം, ഇത് ശരിയാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെയൊക്കെ മധ്യത്തിൽ നമ്മുടെ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അത് ഏതൊരു വിഷയത്തിലും ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിന് ഹല്ലേലൂയ, സ്തോത്രം, അതിനെ വെല്ലുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഒറിജിനൽ അല്ലാതെ പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഒറിജിനൽ നിലനിൽക്കുന്നതാണ്. പക്ഷേ മറ്റൊന്നിന്റെ ഹല്ലേലൂയ, സ്തോത്രം, ചില കാലം അടിക്കും, എന്നിട്ട് മാഞ്ഞു പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ചിന്തയിലേക്ക് ഇത് കടന്നു പോകാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവരും ഹല്ലേലൂയ, സ്തോത്രം, ഒരു വാക്ക് നമുക്ക് അതിനു മുമ്പ് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നന്ദി കർത്താവേ, സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്ഥാനത്തിന്റെ മധ്യത്തിൽ ദൈവജനം കടന്നു വരുവാനും ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ ഒരുമിച്ച് കൂടുവാനും കർത്താവ് ഹല്ലേലൂയ ഒരുക്കിയ ഈ വിലയേറിയ പദ്ധതിയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഈ ഒരു വലിയ ഭാഗ്യപദവി ഈ എളിയവരായി ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ വിനയമായി ഞങ്ങളെ താഴ്ത്തുന്നു, അർപ്പിച്ചു തരുന്നു. എന്റെ കർത്താവ് ഇത് സംസാരിക്കണം, അടിയനെ മറച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്റെ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങ് നൽകിയ ഹല്ലേലൂയ, സ്തോത്രം, അങ്ങ് നൽകിയ ഈ വചനങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ എന്റെ കർത്താവേ, സ്തോത്രം, ഞാൻ വെളിപ്പെട്ടു വരാതെ എന്റെ കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം, ഓരോ ഹൃദയങ്ങളുടെ വിടർന്നുമാറാകട്ടെ. സ്തോത്രം, അങ്ങനെ ആക്കി തീർക്കുന്ന കൃപയ്ക്കായി നന്ദി. സകലവും മാനമഹത്വം യേശു കർത്താവിന്, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ രക്ഷിക്കപ്പെട്ടവരാണ്? അങ്ങനെ ചോദിച്ചാൽ എന്നെ എല്ലാവരും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷ, ഹല്ലേലൂയ, സ്തോത്രം. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പറഞ്ഞത് ശിക്ഷയിൽ നിന്നുമുള്ള വിടുതൽ. ഹല്ലേലൂയ, സ്തോത്രം. ഡെലിവറൻസ് ഫ്രം ദ കണ്ടംനേഷൻ അല്ലെങ്കിൽ പണിഷ്മെന്റ്. ഹല്ലേലൂയ, സ്തോത്രം. വേദപുസ്തകത്തിൽ ഈ ഡെലിവറൻസിന് ഹല്ലേലൂയ, സ്തോത്രം, പല ഡെലിവറൻസ് നമുക്ക് കാണാൻ കഴിയും. രോഗത്തിൽ നിന്നുമുള്ള വിടുതൽ, ഹല്ലേലൂയ, സ്തോത്രം. യുദ്ധത്തിൽ നിന്നുമുള്ള വിടുതൽ, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ നമുക്ക് പല വിടുതലുകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ രക്ഷയോട് സംബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ആഴമായിട്ട് അതിനെ ഒന്ന് വിശകലനം ചെയ്തു നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ രക്ഷ എന്ന് പറയുന്നത്
പറയുന്നത് ഈ രക്ഷകൾ അല്ലെങ്കിൽ പണിഷ്മെന്റിൽ നിന്നുമുള്ള വിടുതൽ എന്ന് പറയുന്നത്, കണ്ടംനേഷനിൽ നിന്നുള്ള വിടുതൽ, ഡെലിവറൻസ് എന്ന് പറയുന്നത് ഹാല്യസ്തോത്രം ഈ ഭൗതിക ശരീരമല്ല. ഹാല്യസ്തോത്രം നമ്മളീ കാണുന്ന പുറമേയുള്ള ശരീരം അല്ല, മറിച്ച് നമ്മളെല്ലാവർക്കും ഒരു ഇന്നർ ബീയിങ് ഉണ്ട്. ഹാല്യസ്തോത്രം നമ്മളെല്ലാവർക്കും ഒരു ഇന്നർ ബീയിങ് ഉണ്ട്. ഹാല്യസ്തോത്രം ആന്തരിക മനുഷ്യൻ അല്ലെങ്കിൽ ആത്മീക മനുഷ്യൻ, ആത്മാവ്, സ്പിരിറ്റ് എന്നൊക്കെ പറയും. ഹാല്യസ്തോത്രം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. We are created by the image of God. ഹാല്യസ്തോത്രം നമ്മളെല്ലാവരും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാദൃശ്യം എല്ലാം ഓരോരുത്തരും വ്യക്തിശമാണല്ലേ. ഹാല്യസ്തോത്രം എന്റെ ചായ ഇങ്ങനെ കാണുന്നു, പാസ്റ്ററിന്റെ ചായ വേറെ ചായ, അതല്ല അതിന്റെ ഹാല്യസ്തോത്രം ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നത്. God in the form of spirit. ഹാല്യസ്തോത്രം ദൈവം ആത്മാവാകുന്നു എന്ന് വേദവചനം പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഈ സ്പിരിറ്റിനെയാണ് ദൈവത്തിന്റെ ഹാല്യസ്തോത്ര സാദൃശ്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ആന്തരിക മനുഷ്യൻ, ഈ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ, ഈ ആത്മാവ് നമ്മളെല്ലാം അറിയപ്പെടുന്നത് പോലെ നരകത്തിലേക്ക് ചെല്ലാതിരിക്കാൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയുടെ കാര്യമാണ് രക്ഷാപ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, രക്ഷാപ്രവൃത്തി അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അകത്തെ മനുഷ്യന്റെ വിടുതലാണ് ഇതിനെ നാം നിർവചനമായ ഒരു ഡെഫിനിഷനായി നമ്മൾ പറയുകയാണെങ്കിൽ അകത്തെ മനുഷ്യന്റെ വിടുതൽ, അതാണ് രക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. The real man is inner man. ഒരു കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ we are just boarded into the airflight. ഹല്ലേലൂയ, സ്തോത്രം. Just we are boarded into the flight, aircraft. നമ്മൾ ഒരു രക്ഷ അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ടു ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കടക്കുക എന്ന് പറയുന്നത് just we are entered into the ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. അതിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു, യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, നമ്മൾ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ പല പ്രോസസ്സിംഗ് അതിൽ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ ഒരു ബോർഡിംഗ് പാസ് എടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പറയുന്ന പോലെ നിത്യത നഷ്ടപ്പെടാതെ, ഹല്ലേലൂയ, സ്തോത്രം, ഈ രക്ഷാ ജീവിതം നയിക്കുവാൻ ഈ ബോർഡിംഗ് പാസ് എടുത്ത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ ഉള്ളിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ നമ്മളിപ്പം ഈ ദേശത്തിൽ നിന്ന്, നമ്മുടെ ദേശത്തിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് ഒരാള് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരാള്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ ഇന്റർവ്യൂ ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ സെലക്ട് ചെയ്തു, നമുക്ക് ഓഫർ ലെറ്റർ തന്നു, നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, മെഡിക്കൽ എടുത്തു കൊടുത്തു, അതിനു മുമ്പ് പാസ്പോർട്ട് എടുത്തു, ഹല്ലേലൂയ, സ്തോത്രം, വിസ ലഭിച്ചു, ടിക്കറ്റ് എടുത്തു, വിസാ പാസ്സാക്കി, സകലവും കഴിഞ്ഞിട്ടാണ്, ഈ എല്ലാ പ്രോസസ്സിംഗും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? ഈ ബോർഡിംഗ് പാസ് ലഭിച്ച് നമ്മൾ ആ യാത്രയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ യാത്രയിലായിരിക്കുന്നത്, യാത്രയ്ക്ക് വേണ്ടി ആയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ഫ്ലൈറ്റിലായിരിക്കുമ്പോൾ അവിടെ പൈലറ്റ് ഉണ്ട്, അതിന് എയർ ഹോസ്റ്റസ് ഉണ്ട്. അവരാണ് നമ്മളെ നിയന്ത്രിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻ എല്ലാം തന്ന് നമ്മളെ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന ഈ യാത്രയിൽ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അവരുടെ ഇൻസ്ട്രക്ഷൻ നമ്മൾ അനുസരിക്കുന്ന പോലെ നമ്മളെല്ലാവരും പറയും, fasten your seat belts and please be seated until and unless, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ പറയുന്നത് വരെ. ഹല്ലേലൂയ, സ്തോത്രം. ലാൻഡ് ആയാലും അത് കടന്നു പോയി, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പാർക്ക് ചെയ്ത് നിന്നാൽ പോലും അവര് പറയാതെ നമുക്ക് എഴുന്നേൽക്കുവാൻ എന്തില്ല, അനുവാദമില്ല. അവര് പറഞ്ഞതിന് ശേഷം, അവര് ഇൻസ്ട്രക്ഷൻ തന്നതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ ബെൽറ്റൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഹല്ലേലൂയ, സ്തോത്രം, അവസരമുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ഈ രക്ഷ, ഹല്ലേലൂയ, സ്തോത്രം, ജീവിതത്തിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. We cannot, ഹല്ലേലൂയ, സ്തോത്രം, we cannot, ഹല്ലേലൂയ, സ്തോത്രം, walk our own way. ഓ, ഹല്ലേലൂയ, സ്തോത്രം, അതിനൊരു ഡെസിഗ്നേറ്റഡ് ഒരു വേ ഉണ്ട്. ഒരു ട്രെയിൻ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ പാളത്തിലേക്ക് കടന്നു പോലെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതം, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഹല്ലേലൂയ, സ്തോത്രം, വേദപുസ്തകത്തിലുള്ള കൽപ്പനകൾ, ഈ വേദപുസ്തകത്തിൽ ദൈവം തന്നിരിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, വചനങ്ങൾ വച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മെ, ഹല്ലേലൂയ, സ്തോത്രം, നടത്തുന്ന ഒരു പാതയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ നടക്കേണ്ട ഒരു പാതയുണ്ട്. എല്ലാ പാതകളും നമുക്ക് ശരിയായ പാതകളല്ല. ഹല്ലേലൂയ, സ്തോത്രം. സകലവും അനുഭവിക്കുവാൻ നിനക്ക് എന്തുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സകലവും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ഈ ജീവിതത്തിൽ നിനക്ക്
ദൈവജൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അതുപോലെ ഒരു ഡെസിഗ്നേറ്റഡ് ഒരു വേ ഉണ്ട് ഈ രക്ഷാ ജീവിതത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പ്രാപിച്ച രക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം. ഹല്ലേലൂയ സ്തോത്രം. until and unless ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു വരുന്നത് വരെ, നമ്മൾ നിത്യതയിലേക്ക് ചെന്നെത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ സ്തോത്രം പാലിച്ചു വേണം ഈ രക്ഷാ ജീവിതം നമ്മൾ നയിക്കുവാനുള്ളത്. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ദൈവം രക്ഷ ഫ്രീ ആയിട്ടാണ്, ഫ്രീ ഗിഫ്റ്റ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം രക്ഷയെ കുറിച്ച് ഒരു ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കാം. ഇതിന്റെ ഫുൾഫിൽമെന്റ് എപ്പോഴാണ് വരുന്നത്? രക്ഷയുടെ ഒരു ഫുൾഫിൽമെന്റ് 1 തെസ്സലോനിക്കരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കേണ്ട. ഹല്ലേലൂയ സ്തോത്രം. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്മാരോടും മധ്യാകാശത്തിൽ കടന്നു വരുമ്പോഴാണ് ഈ രക്ഷയുടെ ഒരു ഫുൾഫിൽമെന്റ് വരുന്നത്. അപ്പോൾ ഈ രക്ഷ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, പ്രസന്റ് എക്സ്പീരിയൻസ് ആണ്, പ്രോഗ്രസീവ് ആണ്, അത് വളരുന്നതാണ്. അത് ഹല്ലേലൂയ സ്തോത്രം അതോടെ ഒന്നോടെ നിൽക്കുന്നില്ല, അത് ഫ്യൂച്ചർ എക്സ്പീരിയൻസും കൂടെയാണ്. ഈ ഫുൾഫിൽമെന്റിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഓട്ടമാണ് ഹല്ലേലൂയ സ്തോത്രം. അതാണ് നല്ല പോർ പൊരുതുവാൻ വേണ്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പൊരുതിയതുപോലെ നാം പൊരുതുവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ഈ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ രക്ഷയെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം വേഗത്തിൽ ഹല്ലേലൂയ സ്തോത്രം ചുരുക്കം സമയങ്ങളെ മുമ്പിലുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം. സൽവേഷൻ ആൻഡ് ക്രിസ്ത്യൻ ലൈഫ്, രക്ഷയും ക്രിസ്തീയ ജീവിതവുമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന്റെ ഒരു കാര്യം പ്രാരംഭമായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ഓർമ്മിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം ഇത് പ്യൂർലി പേഴ്സണൽ, സിംഗിൾ ആണ്. ഹല്ലേലൂയ സ്തോത്രം. കുടുംബമായിട്ട് വന്നു, നമുക്ക് കുടുംബമായിട്ട് രക്ഷിക്കപ്പെടാം. ഹല്ലേലൂയ സ്തോത്രം. കുടുംബമായിട്ട് നമ്മൾ രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അത് വ്യക്തികളായിട്ട് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. അല്ല ഒരാൾ മാത്രം രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം അതിന്റെ കൂട്ടത്തിൽ പെടും. പാസ്റ്റർ മാത്രം രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ കുറച്ച് വിശ്വാസികൾ മാത്രം രക്ഷപ്പെട്ടു, സഭ ഒന്നടങ്കം നിത്യതയിലേക്ക് എടുത്തുകൊള്ളപ്പെടുമെന്നൊന്നും വാക്യത്തിൽ ഇല്ല. അത് നമുക്ക് പ്രമാണവുമല്ല. അതുകൊണ്ട് രക്ഷ എന്ന പദ്ധതി ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ പേഴ്സണിലുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഓരോരുത്തർക്കും ഹല്ലേലൂയ സ്തോത്രം വ്യത്യസ്തമായി ഹല്ലേലൂയ ദൈവം നൽകി തന്ന ഫ്രീ ദാനമാണ്. ഹല്ലേലൂയ സ്തോത്രം. വാട്ട് ഈസ് രക്ഷ? എന്താണ് സാൽവേഷൻ എന്ന് പറയുന്നത്? റോമാലേഖനം 10:9 നമുക്ക് വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒന്നുകൂടെ വായിച്ചേ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. രക്ഷ ഈസ് സിമ്പിൾ. ഹല്ലേലൂയ സ്തോത്രം. എന്തൊരു സിമ്പിൾ കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവാൻ നമ്മുടെ കടന്നു വന്ന പാരമ്പര്യങ്ങളൊക്കെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും ഇപ്പോഴുള്ള ജനറേഷൻ വേണമെങ്കിൽ കുറച്ചു പേര് എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. ജനിക്കുമ്പോഴേ പെന്തക്കോസ്ത് ജീവിതത്തിൽ ഇരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് വരുന്ന ഒരു അനുഭവം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചുരുക്കം പേരാണ് ഹല്ലേലൂയ സ്തോത്രം പാരമ്പര്യം ബന്ധുസ്ഥർ. ബാക്കിയുള്ളവരെല്ലാവരും നമ്മളെല്ലാവരും വിവിധ ഹല്ലേലൂയ സ്തോത്രം എല്ലാ മതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ നിന്നും വന്ന ഹല്ലേലൂയ സ്തോത്രം കക്ഷികളാണ് നമ്മളൊക്കെ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം രക്ഷ ഈ യേശു കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിച്ചു, ഹൃദയത്തിൽ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിച്ചു, ഏറ്റുപറഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. സിമ്പിൾ. ഹല്ലേലൂയ സ്തോത്രം. ഇതിലെന്താ ഉള്ളത്? ഹല്ലേലൂയ സ്തോത്രം വളരെ ഈസിയായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികൾ 16:31 വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. പൗലും ശീലാസും പറഞ്ഞ ഒരു കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. കാരാഗ്രഹ പ്രമാണിയോട് കർത്താവ് യേശുവിനെ എന്ത് രക്ഷിതാവായി സ്വീകരിക്കും, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം. സിമ്പിൾ. അടുത്തത് മാർക്കോസിന്റെ സുവിശേഷം 16:16. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. ഇന്നൊരു സ്നാന ശുശ്രൂഷയാണ്. എത്ര സന്തോഷം. ഹല്ലേലൂയ. വിശ്വസിക്കുകയും
സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ടു, പൂർണ്ണമായി നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാൻ പല ഘടകങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ രക്ഷിക്കപ്പെടുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. കർത്താവായ യേശുവിനെ എന്ത് ചെയ്യണം? രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം മതി. നാം എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 3:17 ഒന്ന് വായിച്ചേ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തന്റെ പുത്രനെ, God sent his son to the world. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാണ്? ശിക്ഷിക്കാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. പണിഷ് ചെയ്യുവാനല്ല, കണ്ടം ചെയ്യാനല്ല, മറിച്ച് രക്ഷിക്കുവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിനെ ഈ താന്ന ലോകത്തേക്ക് ദൈവം അയച്ചതിന്റെ പദ്ധതി എന്താണ്? വിധിപ്പാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവരും ഇപ്പൊ വിധിക്കുന്ന കൂട്ടത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. മാറി മാറി നമ്മളെല്ലാവരും എന്ത് ചെയ്തു? ഞാനടക്കമുള്ളവരൊക്കെ വിധിക്കുന്ന കൂട്ടത്തിലാണ്. ഇവിടെ വചനം പറയുന്നു, ദൈവം തന്റെ സ്വന്തം പുത്രനെ അയച്ചത് വിധിപ്പാനല്ല, രക്ഷിപ്പാനത്രേ. അപ്പൊ ശിക്ഷയ്ക്കല്ല യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന്, മറിച്ച് അല്ല രക്ഷിക്കുവാൻ അത്രേ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം വായിച്ച വചനത്തിൽ യേശു കർത്താവിനെ അംഗീകരിച്ചാൽ ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? രക്ഷ പ്രാപിക്കാം. യേശു കർത്താവിനെ അംഗീകരിക്കാത്തത് കൊണ്ട് നമ്മൾ ശിക്ഷയിലല്ല. അതൊന്ന് മനസ്സിലാക്കണം. യേശു കർത്താവിനെ അംഗീകരിച്ചില്ലെങ്കിൽ അതിനു മുമ്പേ നാം ശിക്ഷാവിധിക്കായിട്ട് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിനെ വിശ്വസിക്കാത്തത് കൊണ്ട് അല്ല നാം ശിക്ഷാവിധിക്ക് തള്ളപ്പെടുന്നത്. ഓൾറെഡി നമ്മൾ ശിക്ഷാവിധിക്ക് ഉള്ളവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഓൾറെഡി നമ്മൾ ശിക്ഷാവിധിക്ക് ഉള്ളവരാണ്. അപ്പൊ ഇടയ്ക്ക് കയറി ഒരാളിനെ ഇദ്ദേഹത്തെ വിശ്വസിക്കുക എങ്കിൽ മാത്രം അതല്ല. അതിനു മുമ്പേ നാം ശിക്ഷാവിധിക്ക് ഉള്ളവരാണ്. പക്ഷെ ആ ശിക്ഷാവിധിയിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ദൈവം നമ്മുടെ മുൻപിൽ അയച്ചതാണ് യേശു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ പ്രോസസ്സിംഗ് ഞാൻ പറഞ്ഞത്? എന്തൊക്കെയാണ് നമ്മുടെ ആ രക്ഷയിൽ സംഭവിക്കുന്നത് വെച്ചാൽ 7 കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ സംഭവിക്കുന്നു. പ്രാധാന്യമായിട്ട് 7 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. ഹല്ലേലൂയ, ജസ്റ്റിഫിക്കേഷൻ. രണ്ടാമതായിട്ട് റീബർത്ത്, വീണ്ടും ജനനം. മൂന്നാമതായിട്ട് അഡോപ്ഷൻ, ദത്തെടുക്കൽ. ഹല്ലേലൂയ, സ്തോത്രം. അഡോപ്ഷൻ, ജസ്റ്റിഫിക്കേഷൻ, റീബർത്ത് ആൻഡ് അഡോപ്ഷൻ. നാലാമത് റെമിഷൻ. ഹല്ലേലൂയ, സ്തോത്രം. റെമിഷൻ എന്ന് പറഞ്ഞാൽ മോചനം, വിടുതൽ. ഹല്ലേലൂയ, സ്തോത്രം. അഞ്ചാമതായിട്ട് ഹല്ലേലൂയ, സ്തോത്രം, റിപ്പന്റൻസ്, മാനസാന്തരം. ആറാമതായിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഫെയ്ത്ത്, വിശ്വാസം. ഏഴാമതായിട്ട് വാട്ട് ഹാപ്പൻസ് വെൻ യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇതെല്ലാം ചിന്തിക്കാനുള്ള സമയങ്ങളൊന്നുമില്ല. രക്ഷയിൽ 7 കാര്യങ്ങൾ പ്രാധാന്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ആ 7 കാര്യങ്ങളാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം, റീബർത്ത്, വീണ്ടും ജനനം, അഡോപ്ഷൻ, ദത്തെടുക്കൽ, ഫെയ്ത്ത്, വിശ്വാസം, റിപ്പന്റൻസ്, മാനസാന്തരം, റെമിഷൻ, മോചനം അല്ലെങ്കിൽ വിടുതൽ എന്ന് പറയും. പാപത്തിൽ നിന്നുമുള്ള മോചനം. ഇനി ഈ യേശു കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു 6ാമത്തിന്റെ കൺക്ലൂഷൻ ആയിട്ട് ഈ ഒരു 7 പോയിന്റാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ള സമയത്തിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ. ഹല്ലേലൂയ, സ്തോത്രം. നീതീകരണം. ഹല്ലേലൂയ, സ്തോത്രം. നീതീകരണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ നീതീകരണം, ദൈവത്തിന്റെ പ്രമാണം എന്താണെന്ന് ഈ നീതീകരണത്തിന് മുമ്പ് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിന്റെ പ്രമാണം എന്താണ്? ആവർത്തന പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതി പ്രമാണം എന്ന് പറയുന്നത് നീതിമാനെ നീതീകരിക്കണം, കുറ്റവാളിയെ കുറ്റവാളി എന്ന് തീർക്കണം. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ നീതി. ഹല്ലേലൂയ, സ്തോത്രം. നീതിമാനെ നീതീകരിക്കണം, കുറ്റവാളിയെ കുറ്റവാളി എന്ന് തീർക്കണം. പുറപ്പാട് പുസ്തകം 23:7 ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ദുഷ്ടനെ ഒരിക്കലും ദൈവം എന്ത് ചെയ്തില്ല? നീതീകരിക്കത്തില്ല. അപ്പൊ നമ്മളെല്ലാവരും ദുഷ്ടന്മാരല്ലേ? നമ്മൾ എങ്ങനെയാ നീതീകരിച്ചത്? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എങ്ങനെയാ നീതീകരിച്ചത്? ദൈവത്തിന്റെ പ്രമാണം പറയുന്നു കുറ്റവാളിയെ കുറ്റം വിധിക്കണം,
നീതിമാനെ കുറ്റം വിധിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ദുഷ്ടന്മാരെ എന്ത് ചെയ്യണം? ഞാൻ നീതീകരിക്കത്തില്ല. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം. യെശയ്യാപ്രവചന പുസ്തകം 5-ാം വാക്യം 22-ാം വാക്യം മലയാളത്തിലും 23-ാം വാക്യം തമിഴിലും. 22-ാം വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാവ് 5:22. നീതിമാന്റെ നീതി ഇല്ലാതെ ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. അവിടെയും പറയുന്നു നീതിമാനെ മാത്രമേ എന്ത് ചെയ്യാം? നീതീകരിക്കാൻ പറ്റത്തുള്ളൂ. ദുഷ്ടന്മാരെയോ കുറ്റവാളിയോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. പെട്ടെന്ന് യേശു കർത്താവിനെ വിശ്വസിച്ചത് കൊണ്ട് നമ്മളെ എങ്ങനെ നീതിമാനാക്കാൻ പറ്റും? ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ എങ്ങനെ നീതീകരിക്കാൻ പറ്റും? അതാണ് നമ്മുടെ ചിന്ത. ഹല്ലേലൂയ സ്തോത്രം. പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ എന്ത് വായിച്ചു? യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ഹൃദയത്തിൽ ഏറ്റുപറയുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രമാണം പറയുന്നു നീതിമാനെ നീതീകരിക്കാൻ പറ്റത്തുള്ളൂ, ദുഷ്ടന്മാരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതീകരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഒരു കാലത്ത് ദുഷ്ടന്മാരായിരുന്നു. ഹല്ലേലൂയ. ഒരു കാലത്ത് പാപികളായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു കാലത്ത് ഒന്നിനും കൊള്ളാത്തവരായിരുന്നു, ഒരു ഒനേസിമോസിനെ പോലെ. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഹല്ലേലൂയ സ്തോത്രം. പൗലോസിനെ പോലെ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ഫിലോമോനെ പോലെ ദൈവം നമ്മുടെ മേൽ സ്നേഹം കാണിച്ചത് കൊണ്ടും നമ്മൾ ഇപ്പൊ എന്തായിരിക്കുന്നു? നീതിമാനായി ആയിത്തീർന്നു എന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നീതിമാനായ ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ഭയങ്കര ഹല്ലേലൂയ സ്തോത്രം കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. അവനെ പെട്ടെന്ന് പോലീസ് പിടിച്ചിട്ട് എന്ത് ചെയ്തു? കുറ്റവിമുക്തനാക്കി വിട്ടു. അപ്പൊ നമ്മൾ തന്നെ പറയും, ഇയാൾ ഇത്രയും തെറ്റ് ചെയ്തിട്ടും എങ്ങനെ ഇവര് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിടുവാൻ സാധ്യമുണ്ടായി എന്ന് നമ്മൾ തന്നെ ചോദ്യം ഉന്നയിക്കും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ നീതി പ്രകാരം കുറ്റവാളിയായ ഒരുവനെ കുറ്റവാളി എന്ന് തന്നെ എന്ത് ചെയ്യണം? വിധിക്കണം. നീതിമാനായ ഒരു മനുഷ്യനെ മാത്രമേ നീതിമാനെന്ന് വിധിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ജസ്റ്റിഫിക്കേഷനിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ഞാനാകുന്ന വ്യക്തി യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരു കോടതി വരാണ്ടയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതൊന്നും ഒരു ഇമാജിൻ ചെയ്യാതെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു കോടതിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇവിടത്തെ കോടതിയല്ല, സ്വർഗീയ കോടതിയുടെ മുമ്പിൽ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് ദൈവം നമ്മളെ ഡിക്ലെയർ ചെയ്യാണ്, ഹി ഈസ് ഇന്നസെന്റ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിവിടെ പ്രമാണങ്ങളെല്ലാം ധ്യാനിച്ചു, വായിച്ചു. ഒരിക്കലും നമുക്കത് സാധ്യമില്ല. പക്ഷെ ആ പ്രോസസ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം ഹല്ലേലൂയ സ്തോത്രം ഉള്ളിൽ ഗ്രഹിക്കണം. എന്നാൽ മാത്രമേ എത്ര പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവസ്നേഹം വിട്ടിട്ട് നമുക്ക് പോകുവാൻ ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും മനസ്സ് വരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. കാരണം അത്രയ്ക്ക് ദൈവം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ സ്വർഗീയ കോടതിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഹല്ലേലൂയ സ്തോത്രം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എസെക്കിയേൽ 18:2 വായിച്ചിരിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. എസെക്കിയേൽ 18:2 പാപം ചെയ്യുന്ന ദേഹി മരിക്കും. റോമാലേഖനം 6:23 the wages of sin is death. ഹല്ലേലൂയ സ്തോത്രം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്രശ്നക്കാരൻ ഞാനല്ല, നിങ്ങളല്ല. പ്രശ്നക്കാരൻ ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള പാപം. ഹല്ലേലൂയ സ്തോത്രം. പ്രശ്നക്കാരൻ ഞാനല്ല, നമ്മുടെ ഉള്ളിലുള്ള പാപമാണ് ഇവിടെ പ്രശ്നം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം, ദൈവം നീതിമാനാണ്. നീതിമാനെ മാത്രമേ നീതീകരിക്കത്തുള്ളൂ. കുറ്റവാളിയെ ഹല്ലേലൂയ സ്തോത്രം നീതീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ കുറെ സഹോദരന്മാർ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ഡ്രെയിനേജിന്റെ കുഴിയിൽ വീണു. ഹല്ലേലൂയ സ്തോത്രം. വീണു. ദേഹം മൊത്തവും അഴുക്കായി. ഹല്ലേലൂയ സ്തോത്രം. മാലിന്യങ്ങളായി നിറഞ്ഞു, ദുർഗന്ധം. ഹല്ലേലൂയ സ്തോത്രം. എല്ലാം എടുക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ സഹോദരനെ നമ്മളെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ കടന്നു പോകാൻ പറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും സ്നേഹമുള്ളവർക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനായ നമ്മൾ അങ്ങനെയാണെങ്കിൽ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട
സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും പാപത്തിൽ വീണു. അവരുടെ ആ മാലിന്യം പറ്റിയിരിക്കുന്നു എന്ന് കണ്ട് ദൈവം നമ്മെ ഹല്ലേലൂയ സ്തോത്രം അപ്പാടെ വിട്ടിട്ട് പോകുവാൻ ആണോ ദൈവസ്നേഹം? ഹല്ലേലൂയ സ്തോത്രം. ദൈവം കരുണയായ ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. സ്നേഹത്തിന് ഹല്ലേലൂയ സ്തോത്രം ഡെഫിനിഷൻ ഇല്ല. അഹാപ്പെ എന്ന് പറയും. നമ്മുടെ ഓരോ ഹല്ലേലൂയ സ്തോത്രം സ്നേഹത്തിനും ഡെഫിനിഷൻ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, എറോസ്, ഫിലിയ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ഹല്ലേലൂയ സ്തോത്രം അപ്പനമ്മമാർ, ഹല്ലേലൂയ സ്തോത്രം ഭാര്യ ഭർത്താവ്, ഹല്ലേലൂയ സ്തോത്രം ഈ ബന്ധത്തിനേയും ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അൺകണ്ടീഷണൽ ലവ് ആണ് ദൈവത്തിന്റെ സ്നേഹം, അഗാപ്പെ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷനും ഇല്ല അവിടെ. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഈ മനുഷ്യന്മാർക്ക് തന്നെ ഈ മാലിന്യപ്പെട്ട മനുഷ്യ ഹല്ലേലൂയ സ്തോത്ര സഹോദരനെ, തന്റെ കൂടെയുള്ള മനുഷ്യനെ തള്ളിക്കളഞ്ഞു പോവാൻ പറ്റുന്നില്ലെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ എങ്ങനെ കഴിയും? ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹം അത്രയേറെ സ്നേഹമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ വീതിയും നീളവും ആഴങ്ങളും ഹല്ലേലൂയ സ്തോത്രം ആർക്കും അടക്കുവാൻ കഴിയത്തില്ല എന്ന് നമുക്ക് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. റോമാലേഖനം 2:13 വായിച്ചേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ സ്തോത്രം. 2:13 വായിച്ചേ. ന്യായപ്രമാണം കേൾക്കുന്നവരാരും എന്ത് ചെയ്യത്തില്ല? നീതിമാന്മാർ ആക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവർ അത്ര നീതിമാൻ എന്ന് നമ്മൾ അവിടെ കാണുവാൻ കഴിയും. അപ്പം കേൾക്കുന്നവരാരും എന്ത് ചെയ്യില്ല? നീതിമാനാക്കപ്പെടുന്നില്ല. പ്രമാണം ഹല്ലേലൂയ സ്തോത്രം അനുഷ്ഠിക്കുന്നവർ. ഈ ന്യായപ്രമാണം അനുസരിക്കണമെങ്കിൽ 10 കൽപ്പനകൾ, 615, 13 ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഡീറ്റെയിൽ, ഹല്ലേലൂയ സ്തോത്രം അതിന്റെ വിശദീകരണങ്ങൾ, 10 കൽപ്പനയുടെ വിശദീകരണങ്ങൾ, ഇതിന്റെ ഹല്ലേലൂയ സ്തോത്രം കൽപ്പനകൾ, സബ് കമാൻഡ്മെന്റ്, സിവിൽ നിയമങ്ങൾ, ഇതെല്ലാം അനുസരിച്ച ഒരു വ്യക്തിക്കാണ് ദൈവം നീതിമാനാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇതെല്ലാം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം എല്ലാം കഴിയും. ഹല്ലേലൂയ സ്തോത്രം ഇതൊക്കെ അനുസരിച്ച് വരുമ്പോൾ, കാരണം അത്രയേറെ നിയമങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത്രയും എന്തുണ്ട്? നിയമങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം കൽപ്പനകളുണ്ട്. അതെല്ലാം അണ്ണുവിട ഇല്ലാതെ ജീവിച്ചാൽ മാത്രമേ എന്തുള്ളൂ? നീതീകരിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ചിന്തിച്ചിടത്ത് നമ്മൾ സ്വർഗീയ കോടതിയിലാണ്. അത് അവിടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നും പാപത്തെ വേർതിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിൽ നിന്നും പാപത്തെ വേർതിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഇവിടെ ആയിരിക്കുന്നു, പാപം അവിടെ ആയിരിക്കുന്നു. ദൈവം പാപത്തെ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. ഇനി ഹല്ലേലൂയ സ്തോത്രം പഴയ നിയമത്തിൽ പറയുന്ന പോലെ യാഗങ്ങൾ കൊണ്ടും ഹല്ലേലൂയ സ്തോത്രം മറ്റ് കർമ്മങ്ങൾ കൊണ്ടും ഈ പാപത്തെ എന്ത് ചെയ്യാൻ മുഴുവനുമായി കഴുകാൻ പറ്റത്തില്ല. ഇടക്കാല ആശ്വാസത്തിനായി ദൈവം ചില കൽപ്പനകൾ കൊടുത്തു. ഇപ്പോൾ പാപമില്ലാത്ത ഒരു ശരീരം, പാപമില്ലാത്ത ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യക്തി വേണം ഈ പാപത്തിനെ ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യാൻ? ഹല്ലേലൂയ സ്തോത്രം ഇവനെ നീതീകരിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരു മനുഷ്യന്റെ മേൽ ഈ പാപത്തിനെ ഇടണം. അതിനായി ലോകത്തിൽ എല്ലാവരെയും ദൈവം നോക്കിയപ്പോൾ ഒരുവൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരെന്ന് കണ്ട് തന്റെ സ്വന്തം പുത്രനെ ഹല്ലേലൂയ സ്തോത്രം അതിനു വേണ്ടി പദ്ധതിയാക്കി തീർത്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, എന്റെ പാപം അവിടെ നിൽക്കുമ്പോൾ യേശു കർത്താവിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു കാര്യം ചെയ്തു. യേശു കർത്താവ് നീതിമാനാണ്, പാപമില്ലാത്തവനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ പാപമില്ലാത്ത യേശു കർത്താവിന്റെ നീതി അവിടെ നീ എടുത്ത് മാറ്റിവെച്ചു. എന്റെ പാപം എടുത്ത് മാറ്റിവെച്ചു. എന്റെ പാപം മുഴുവനും യേശു കർത്താവിന്റെ മേൽ ഇമ്പോസ് ചെയ്തു. എന്റെ പാപമെല്ലാം യേശു കർത്താവിന്റെ മേൽ ഇമ്പോസ് ചെയ്ത് യേശു കർത്താവിൽ നിന്നും എടുത്ത ആ നീതി പ്രവൃത്തി, ആ നീതിയെ എന്റെ തലമേൽ വച്ച് ഞാൻ നീതിമാനാക്കി. എന്റെ ദൈവം എന്നെ നീതിമാനാക്കി. ഈ നീതി പ്രവൃത്തിയിൽ നിന്നും എത്ര കഷ്ടതകൾ വന്നാലും, എത്ര ആക്ഷേപങ്ങൾ വന്നാലും, എത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും, ഈ രക്ഷാ പദ്ധതി ഒരുക്കിയ എന്റെ ദൈവത്തെ വിട്ട് നമുക്ക് എങ്ങനെ മാറിപ്പോകുവാൻ സാധിക്കുമെന്ന് ഈ ദിവസം ഹല്ലേലൂയ നമ്മളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. എന്റെ പാപം, ഹല്ലേലൂയ, എന്റെ കൊലകുറ്റം
ഹല്ലേലൂയ സ്തോത്രം. തന്റെ സ്വന്തം പുത്രനെ യാഗമാക്കി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ദൈവം നീതിമാനാണ്. പാപമറിയാത്തവനെ പാപമാക്കിയെങ്കിൽ അതിന്റെ വിടുതൽ നൽകുവാൻ എന്റെ ദൈവം ഹല്ലേലൂയ ശക്തനാണ്. ഹല്ലേലൂയ. വെറും 3 ദിവസം ഈ ഭൂമിയുടെ അടിയിൽ യേശു കർത്താവ് ഉണ്ടായിരുന്നെങ്കിലും മരിച്ചും ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഓ, പിശാചിനെ ജയിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിശാചിന്റെ പദ്ധതികളെല്ലാം തകർത്തു. ദൈവത്തിന്റെ പദ്ധതി അവിടെ എത്തിയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് സമയങ്ങളെല്ലാം മുമ്പോട്ട് പോയി. ഇതിന്റെ വിശദീകരണങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പലതുമുണ്ട്. ഇതിന്റെ വചനങ്ങൾ പലതുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം മറ്റാരും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ സ്തോത്രം എത്രത്തോളം നിന്നേക്കില്ല, സ്നേഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കഷ്ടങ്ങളും എന്റെ ഹല്ലേലൂയ സ്തോത്രം എന്റെ കുറ്റങ്ങളും എന്റെ കുറവുകളും എന്റെ ഹല്ലേലൂയ സ്തോത്രം സകല കർമ്മങ്ങളും എന്റെ യേശുവിന്റെ മേലിട്ടുകൊണ്ട് എന്നെ നീതിമാനാക്കി തീർത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയാൽ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. എത്ര സ്നേഹം, എത്ര സ്നേഹം, എത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ണുനീരക്ഷകരാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ണുനീരക്ഷകരാ. ഹല്ലേലൂയ. എന്നിൽ എന്ത് നന്മ കണ്ടു, എന്നെ എത്രയേറെ സ്നേഹിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവ സ്നേഹത്തിൽ ഹല്ലേലൂയ സ്തോത്രം. എത്ര തന്നെ ഹല്ലേലൂയ സ്തോത്രം പ്രശ്നങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എത്ര പ്രശ്നങ്ങൾ വന്നാലും ഹല്ലേലൂയ സ്തോത്രം, ആര് മാറ്റി നിർത്തിയാലും ഹല്ലേലൂയ സ്തോത്രം, ആര് തന്നെ ഹല്ലേലൂയ ഉപേക്ഷിച്ച് കളഞ്ഞാലും, ആര് തന്നെ നിങ്ങളുടെ ഹല്ലേലൂയ വാക്കുകൾക്ക് ക്ഷമിച്ചയച്ചില്ലേലും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എത്ര പ്രശ്നങ്ങൾ, എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ ആടി ഉലച്ചാലും ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ചെയ്യാത്ത തെറ്റിന് ഹല്ലേലൂയ സ്തോത്രം എന്നെ ശിക്ഷിക്കുവാനിടയായി തീർന്നോ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത യേശു കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവന്റെ മേലിട്ട് അവൻ പാപമാക്കി തീർത്തു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്യാത്ത തെറ്റിനായി ഹല്ലേലൂയ സ്തോത്രം മാനവരാശിയുടെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് എന്റെ യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നീതിമാൻ. ഒരു കാര്യം കൂടെ ദൂതായി ഞാൻ വിളിച്ചു പറയാം. എന്റെ ദൈവം നീതിമാൻ, എന്റെ ദൈവം നീതിമാൻ. അവൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഹല്ലേലൂയ യേശു കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം ക്രൂശിൽ തറച്ചുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അത് നശിക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഹല്ലേലൂയ സ്തോത്രം ഉയർത്തെഴുന്നേറ്റു ഇതാ സദാകാലവും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണെങ്കിൽ നമ്മെ ഹല്ലേലൂയ സ്തോത്രം ഒരു തെറ്റും ചെയ്യാതെ ഹല്ലേലൂയ സ്തോത്രം ആരെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നീതിമാൻ, എന്റെ ദൈവം വിശ്വസ്തൻ. അവൻ നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രാപിച്ച രക്ഷയിൽ, ഈ പ്രാപിച്ച ദൈവ സ്നേഹത്തിൽ നമുക്ക് മുൻപോട്ട് ജയകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.